ശ്രീരാമ ക്ഷേത്രത്തിൽ നടന്നത് വലിയ കൊള്ള. ക്ഷേത്ര ജീവനക്കാർ അടിച്ചു മാറ്റിയത് കോടികൾ വരും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ചർച്ചയായിരുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത്. ഇപ്പോൾ ഏതായാലും യോഗി ആദിത്യനാഥ് ഇതിന് അന്വേഷണത്തിനായി SIT ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 5 ക്ഷേത്രം ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. അവരുടെ പക്കൽ നിന്ന് 2 കോടി രൂപ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 40ഓളം കാണിക്ക വഞ്ചികൾ. ഈ വഞ്ചികളിലെ പണം എണ്ണുന്ന ജീവനക്കാരാണ് പണം അടിച്ചു മാറ്റിയത്. ഒപ്പം തന്നെ പണം മാത്രമല്ല 2 കിലോ വരുന്ന സ്വർണ്ണ ഗദ, വെള്ളി ആഭരണങ്ങൾ തുടങ്ങിയവയും അടിച്ച് മാറ്റിയതിൽ പെടുന്നുണ്ട്. ഏതായാലും CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചിട്ടാണ് ഈ 5 ജീവനക്കാരിൽ നിന്നും 2 കോടി രൂപ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഒരു ദിവസം തന്നെ വലിയ രീതിയിൽ തന്നെ കളക്ഷൻസ് അല്ലെങ്കിൽ പണവും ഇല്ലെങ്കിൽ മറ്റ് സ്വർണ്ണാഭരണങ്ങളും മറ്റും വരുന്ന സംഭാവനയായി എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അവിടുത്തെ ക്ഷേത്ര ജീവനക്കാരാണ് ഈ വലിയ കൊള്ള നടത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിന്റെ തുടക്കം അതിലെ ഈ കൊള്ള നടത്തിയ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു തുടക്കം യോഗി കുറിച്ചിരിക്കുന്നു. 15 ദിവസത്തിൽ മുഴുവൻ പേരെയും അകത്താക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഈ 40 ഭണ്ഡാരങ്ങൾ എണ്ണുന്ന ജീവനക്കാരാണ് വലിയ രീതിയിൽ പണം കടത്തിയിരുന്നത്. ഒപ്പം തന്നെ ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന സ്വർണം, വെള്ളി ആഭരണങ്ങളും മറ്റുമൊക്കെ ഇവർ ഇത്തരത്തിൽ മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു. അങ്ങനെയാണ് ഈ 2 കിലോയുടെ ഗദയും മറ്റുമൊക്കെ, സ്വർണ്ണ ഗദയും മറ്റുമൊക്കെ മോഷണം പോയത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.